അതെ, ആരെയാ വേണ്ടത്? ഐ വാണ്ട് ബേബി. ബേബിയോ? നിങ്ങളാരാ? ഞാൻ രമേശ്. രമേശോ? വിളിക്കാം. ബേബി നിനക്ക. അതെ, എന്ത് വേണം? ഇല്ല രമേശ്, എനിക്ക് നല്ല സുഖമില്ല. ഞാൻ വരില്ല. ഇന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഞാൻ ക്ലബ്ബിൽ വരില്ല. സോറി. ഇനി എന്നെ നിങ്ങളുടെ കൂടെ പ്രതീക്ഷിക്കണ്ട. ഞാൻ വെരി സോറി. ഞാൻ എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണ്. ഉടനെ തിരിച്ചു വരാം. പരിസിദ്ധയ്യ, ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ച ഭഗവാൻ കേൾക്കും കൊച്ചമ്മേ. ഇതാ എന്നെ സഹായിക്കാൻ ദൈവം അയച്ചു തന്നതാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഇവൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. കൊച്ചമ്മയ്ക്ക് ഇവരെ അറിയില്ല അല്ലേ? സിദ്ധയ്യന് ഇവനറിയാമോ? ഞാനാണ് കൊച്ചമ്മ ഇവനെ അങ്ങോട്ട് അയച്ചത്. എന്ത്? ഇവൻ എന്റെ മകനാണ്. അതെ കൊച്ചമ്മ, ബേബി കുഞ്ഞിനോടൊപ്പം ആ വീട്ടിൽ കളിച്ചു വളർന്ന എന്റെ മകൻ. വിവരം അറിഞ്ഞാൽ അവിടെ വല്ല കുഴപ്പവും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ കൊച്ചമ്മയെ പോലും അറിയിക്കാതിരുന്നു. അന്ന് ഇതേ അമ്പലത്തിൽ വെച്ച് കൊച്ചമ്മ എന്നോട് പറഞ്ഞത് ഓർക്കുന്നു. ഞങ്ങൾ അവിടുത്തെ ഉപ്പ് തിന്ന് വളർന്നവരാണ് കൊച്ചമ്മ. കൊച്ചമ്മ സമാധാനമായിട്ട് പോണം. വരൂ കൊച്ചമ്മ. എന്നെയാണോ? അതെ, നിന്നെ തന്നെ. എന്ത് വേണം? ഈയിടെ നിന്റെ പോക്ക് എനിക്കത് രസിക്കുന്നില്ല, പറഞ്ഞേക്കാം. ആർക്കും രസിക്കാൻ വേണ്ടി ഞാൻ എവിടെയും പോകുന്നില്ല. ഓഹോ, എന്നാൽ നിന്നെ നിലയ്ക്ക് നിർത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധമുണ്ടാകാൻ കാരണം? നീ എല്ലാം മറക്കുന്നു, അതുകൊണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. മറക്കുന്നു നീ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് മാത്രമല്ല, നിങ്ങൾ ആരാണെന്നും ആരായിരുന്നുവെന്നും എനിക്കറിയാം. ബേബി, എന്ത് പറ്റി? ഒന്നുമില്ല. ആ പ്രഭാകരൻ ഇനി ഇവിടെ ഡ്രൈവർ ജോലിക്ക് വരാൻ പാടില്ല. അമ്മയും മകളും കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ബേബി, ആപത്ത് വിലയ്ക്ക് വാങ്ങണ്ട.
അവനിവിടെ നിന്ന് പറഞ്ഞയച്ചേക്ക്. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഒന്നുമില്ല. എന്റെ ഈ മാറ്റം കാണുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? ആഹ്ലാദം തോന്നുന്നു. എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നത് പ്രഭയാണ്. ആരായാലും ബേബിയുടെ മനസ്സ് മാറിയല്ലോ. എനിക്കത് മതി. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്തിനാണ്? പ്രഭയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് അറിയിക്കും. എന്ത്? അതെ. കാരണം അല്പം വിശദീകരിച്ച് പറയാനുണ്ട്. വരൂ. നിൽക്കണ അവിടെ. ആര് പറഞ്ഞു നിന്നോട് അതിനകത്ത് കിടക്കാൻ? ഞാൻ പറഞ്ഞിട്ടാണ്. ഇവൻ ഇവിടുത്തെ ഡ്രൈവറാണ്. ഓ, ശരിയാണ്. പ്രഭാകര, ഈ നിമിഷം തൊട്ട് പ്രഭാകരൻ ഇവിടുത്തെ ഡ്രൈവർ അല്ല. നീ എന്നെ പരിഹസിക്കുകയാണ്. അല്ല, ഇന്നു മുതൽ പ്രഭാകരൻ നമ്മുടെ അതിഥിയാണ്. പ്രഭാകര, ഇരിക്കണം. ബേബി, ബാക്കി കൂടെ കേട്ടോളൂ. ഞങ്ങൾ വിവാഹിതരാകാൻ പോവുകയാണ്. എഴുന്നേൽക്കട അവിടുന്ന്. എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് ആരാണെന്നറിയാമോ? ഈ കാണുന്ന കെട്ടിടത്തിന്റെയും അതിനോടനുബന്ധിച്ച എല്ലാ സ്വത്തുക്കളുടെ ഉടമസ്ഥനായിരുന്ന ആ വലിയ മനുഷ്യന്റെ മകളാണ്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റുകൂടാ. പട്ടി, അയാൾ തൊട്ടുപോകരുത്. എടി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ കേവലം ഒരു ഡ്രൈവറെ സ്വീകരിക്കുമെന്നോ? എന്താ പറഞ്ഞത്? കേവലം ഒരു ഡ്രൈവർ അല്ലേ? നിങ്ങൾ മുമ്പ് ആരായിരുന്നെന്ന കാര്യം മറക്കരുത്. ഒരു കുതിരക്കാരനായി വന്ന് നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ എന്താ യോഗ്യത? എന്റെ യോഗ്യത കാണിക്കാൻ ഇടവരുത്തരുത്. ഇറങ്ങുവിളിയിൽ. മനസ്സില്ലെങ്കിലോ? എടേ പയ്യൻ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ എന്നെയും. ഞാനാരാണെന്നറിയാമോ? നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്നോടിത് പ്രസംഗിക്കാനിടയാക്കിയ ഒരു മനുഷ്യനുണ്ടല്ലോ. നിങ്ങൾക്കിവിടെ കുതിരക്കാരന്റെ ജോലി വാങ്ങിച്ചു തന്ന മനുഷ്യൻ. ഞാൻ അയാളുടെ മകനാണ്. നീ ആരുടെ മകനായാലും മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ ചവിട്ടി പുറത്താക്കണോ? എന്റെ അച്ഛനെ ചവിട്ടി പുറത്താക്കി അതേ കാലുകൊണ്ട് തന്നെ ആയിരിക്കും. നീ എന്നോട് പകരം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. അതിനും കൂടിയാണെന്ന് വെച്ചോ. നീ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചു അല്ലേ? അമ്മ വിഷമിക്കരുത്. നീ പറയാൻ തുടങ്ങുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇക്കാര്യത്തിൽ എന്റെ മകളോട് അരുതെന്ന് പറയാൻ ഈ അമ്മയ്ക്ക് ന്യായമില്ല. എന്നെ പ്രഭ അമ്മ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇല്ല, ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. അമ്മയുടെ ഇഷ്ടം നോക്കാതെ ഇനി ഈ മകൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? അപ്പോൾ ഞാനും പ്രഭയും വിവാഹിതരാകാൻ പോകുന്നത് പോലെ അദ്ദേഹത്തിന് മുമ്പിൽ അഭിനയിച്ചതായിരുന്നു. ബേബി, അതേമ്മേ, പ്രഭ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പ്രഭയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പറഞ്ഞ ആ മനുഷ്യനോടുള്ള ഒരു മറുപടി മാത്രമായിരുന്നു അത്. മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടി. മോളെ, ഞാൻ അമ്മയെ വളരെയേറെ വേദനിപ്പിച്ചു. എന്റെ അമ്മ
എനിക്ക് മാപ്പ് തരണം. മോളെ, എന്റെ മോനെ, എന്റെ മോളെ. സിദ്ധൻ, ഇവൻ വന്ന ഒരാള് വിളിക്കുന്നു പറഞ്ഞപ്പോ ആരാണെന്ന് മനസ്സിലായില്ല. താനായിരുന്നോ? എന്താ കാര്യം? എടാ കിഴവ, ഈ വയസ്സുകാലത്തും നിന്റെ അഹങ്കാരം അടങ്ങിയിട്ടില്ലല്ലേ? പറഞ്ഞത് മനസ്സിലായില്ല. എന്നോട് പകരം വീട്ടാനാണല്ലേ നിന്റെ മകനെ വേഷം കെട്ടി അങ്ങോട്ട് അയച്ചത്? അതേടാ അതെ, നിന്നോട് പകരം വീട്ടാൻ വേണ്ടി തന്നെ. അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നിനക്കറിയില്ല. എവിടെ വേണമെങ്കിലും ചെന്ന് അവസാനിക്കട്ടെ, ഞാൻ സഹിക്കും. എന്നാൽ മകന്റെ ശവത്തിന് താൻ കുഴിവെട്ടിക്കോ. എന്താണ് പറഞ്ഞത്? മകന്റെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ താൻ അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊള്ളാൻ. ഇല്ലടാ ഇല്ല, ഞാൻ പിന്തിരിപ്പിക്കില്ല. നിന്നോട് പകരം ചോദിക്കാൻ കഴിവില്ലാത്തവരാണ് എന്റെ മകനെങ്കിൽ ആ മകൻ എനിക്ക് വേണ്ട. അവന്റെ അച്ഛനാണ് ഈ പറയുന്നത്. സിദ്ധൻ, മോളെ, എന്താണമ്മേ? ഇങ്ങ് വാ, ഇരിക്കേ. നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? മോക്ക് പ്രഭയെ ഇഷ്ടമാണോ? പറയൂ മോളെ. നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. പ്രഭ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ മകളെ എനിക്ക് ഇങ്ങനെ തിരിച്ചു കിട്ടില്ലായിരുന്നോ? അമ്മ പറയുന്നത് നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നതായി അഭിനയിച്ചതാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ആ അഭിനയം അമ്മ യാഥാർത്ഥ്യമാക്കി തരാം. മോളെ, എന്റെ മോളുടെ സുഖവും സന്തോഷവുമാണ് ഇനി അമ്മയുടെ ലക്ഷ്യം. മോള് തന്നെ പ്രഭാകരനോട് ഈ വിവരം അറിയിച്ചേക്ക്. എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറയൂ. ഈശ്വര, ഞാനിതിന് കൊച്ചമ്മയോട് എന്താണ് മറുപടി പറയേണ്ടത്? മറ്റൊന്നും പറയണ്ട. ബേബിയെ സിദ്ധയ്യന്റെ മകന് കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രഭാകരനെ ഞാൻ എന്റെ സ്വന്തം മകനെ പോലെയാണ് കരുതുന്നത്. കൊച്ചമ്മേ, ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടത് ഇതിനു വേണ്ടിയായിരുന്നില്ല. അതെനിക്കറിയാം സിദ്ധയ്യ. എങ്ങനെയെങ്കിലും എന്റെ മകള് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയല്ല ഞാനിത് ആവശ്യപ്പെടുന്നത്. അവൾ അർഹിക്കുന്ന കൈകളിൽ ഏൽപ്പിക്കണമെന്ന് കരുതിയാണ്. ഞങ്ങൾക്ക് ഇതിന് എന്താ അർഹതയാണുള്ളത്? പണവും പ്രതാപവും ഉള്ള ഒരാളെയല്ല ബേബിക്ക് ഇപ്പൊ ആവശ്യം. അവളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുത്തനെയാണ്. അത് കൊച്ചമ്മ, ഞങ്ങളെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഇനി ഒന്നും സിദ്ധയൻ ഇങ്ങോട്ട് പറയരുത്. സിദ്ധയൻ ഈ കല്യാണം നടത്തി തരണം. കൊച്ചമ്മേ, വിവാഹത്തിന്റെ തീയതിയും കൂടി നിശ്ചയിച്ചിട്ടായിരിക്കും വരുന്നത്. എടീ സൗദാമിനി, ഇതെല്ലാം നിന്റെ ഒരു സ്വപ്നമാണെന്ന് മാത്രം നീ കരുതിയാ മതി. ഈ കാര്യത്തിൽ എനിക്ക് ആരോടും ഒരു വാശിയുമില്ല. നമ്മൾ തമ്മിലുണ്ടായ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ മകൾ നിങ്ങളുടെ മകളാണെന്ന് കരുതി ഈ വിവാഹം നടത്താൻ അനുവദിക്കണം. എന്നുവെച്ചാൽ എന്റെ കഴുത്തിൽ ഞാൻ തന്നെ കയറിട്ട് ആ സിദ്ധന്റെയും അവന്റെ മകന്റെയും കയ്യിൽ കൊടുക്കണമെന്ന്. അവരെ ആ കയറ് വലിച്ചു മുറുക്കുമ്പോൾ അമ്മയ്ക്കും മകൾക്കും അത് കണ്ട് രസിക്കണമെന്ന് അല്ലേ? ഒരിക്കലുമല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. എന്റെ മകളുടെ ഭാവി മാത്രമേ ഇപ്പോഴെന്റെ മുൻപിലുള്ളൂ. അത് തന്നെ.
എന്റെ ഭാവി നിന്റെ മുൻപിൽ ഇല്ലെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ആ സൗദാമിനി, നമ്മൾ കൂടുതൽ സംസാരിച്ച സമയങ്ങളാണെന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കുമെന്ന് നീ കരുതണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെതിരെ പറയരുത്. അവസാനമായി ഞാൻ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. മതിയല്ലോ, നീ ആവശ്യപ്പെടുന്നത് എന്റെ ജീവനല്ലേ? അല്ല, എന്റെ മകളുടെ ജീവിതമാണ്. എന്നോട് അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ ഇതിനെതിരെ നിൽക്കരുത്. ഞാൻ യാചിക്കുകയാണ്. എന്റെ മകളുടെ ഭാവി അവൾക്ക് വിട്ടുകൊടുക്കൂ. വേണമെങ്കിൽ ഈ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം. ഞാനെല്ലാം തകർന്നവളാണ്. എന്റെ മകളെങ്കിലും സുഖമായി ജീവിക്കാൻ അനുവദിക്കൂ. സൗദാമിനി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. എന്നെ ഒന്ന് സഹായിക്കണം. അവിടെ നിൽക്കണം. നിങ്ങളുടെ ഈ തീരുമാനത്തിന് മാറ്റമില്ല. ഒരിക്കലുമില്ല. എന്നെ നിനക്കറിയാമല്ലോ. എങ്കിൽ എന്നെ നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, നടക്കില്ല. എങ്കിൽ അതേ ശക്തിയിലും വാശിയിലും ഞാനും പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ വിവാഹം ഞാൻ നടത്തും. സൗദാമിനി, വിളിക്കണ്ട. ഇല്ല ബേബി, ഞാൻ ഒരിക്കലും നിന്നെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്റെ അമ്മ ഇതാഗ്രഹിക്കുന്നു. അപ്പോ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് ആവശ്യപ്പെടുന്നത്? പ്രഭയെ വീണ്ടും കണ്ടുമുട്ടിയ ആ നിമിഷത്തിൽ തന്നെ പ്രഭ എന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. പക്ഷേ ബേബി പറയുന്ന വഴിക്ക് ഞാൻ ചിന്തിക്കാൻ പോലും പാടില്ലാത്തവനാണ്. ഞാൻ അതിനർഹനുമല്ല. പ്രഭ ഞങ്ങളുമായി ബന്ധപ്പെട്ടത് എന്തിനായിരുന്നു? നിങ്ങളെ രക്ഷിക്കാൻ. ഇപ്പോ ഞങ്ങളെ രക്ഷിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. ബേബി, എന്റെ അമ്മ ഒരു മകനെ പോലെ പ്രഭയെ കാണുന്നു. ഞാൻ എന്റെ ജീവിതവുമായി പ്രഭയുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ടും ഇങ്ങനെ പറയുമ്പോ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കയില്ല. പ്രഭേ, നേരം വൈകുന്നു. ഇനി ബേബി വീട്ടിലേക്ക് വയ്ക്കുന്നു. പ്രഭ നാളെ രാവിലെ തന്നെ വീട്ടിൽ വന്ന് അമ്മയുമായി സംസാരിക്കണം. തീർച്ചയായും വരാം, സംസാരിക്കാം. മറക്കരുത്, നാളെ തന്നെ വരാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. നാളെ നേരം പുലരുമോ? എന്താ പ്രഭ അങ്ങനെ ചോദിച്ചത്? എങ്കിൽ തീർച്ചയായും ഞാൻ അവിടെ എത്തുമെന്ന്. അത് ശരി. അപ്പോ ഞാൻ വരട്ടെ. മറക്കരുത്, നാളെ രാവിലെ. ശരി. പ്രഭാകരൻ ഇനിയും വന്നില്ലേ മോളെ? ഇല്ലമ്മേ, ഇനി നേരം പുലരുമെങ്കിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല? ആ, വരുമായിരിക്കും. പുലർന്നിട്ട് ഇപ്പോൾ എത്ര നേരമായി? ഉച്ച തിരിഞ്ഞില്ലേ? ഞാനിന്ന് പ്രഭയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് വരാം. എന്നാ മോള് പോയി അവനെ കൂട്ടിക്കൊണ്ടുവാ.
എന്താ കുഞ്ഞ്? പ്രഭാകരൻ ചേട്ടൻ ഇല്ലേ ഇവിടെ? അവൻ അവിടെ തന്നെ ഇല്ലേ? ഇന്ന് രാവിലെ വരേണ്ടതാ, കണ്ടില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ അവിടെ എവിടെയെങ്കിലും കാണും. വാ, നമുക്ക് അന്വേഷിക്കാം. സ്വാമി, എന്റെ മോൻ പ്രഭാകരൻ ഇവിടെ ഞാൻ കണ്ടു. ഞാൻ ഇന്നും കണ്ടില്ല, ഇന്നലെയും കണ്ടില്ല. അവൻ എവിടെ പോയി? ഒരുപക്ഷെ ഇനി നാട് വിട്ട് കാണുമോ? എന്റെ മോൻ അങ്ങനെ നാട് വിടുന്നവനൊന്നും അല്ലടാ. ഇനി ആരെങ്കിലും അവനെ നാട് കടത്തി കാണുമോ എന്നാണ് എന്റെ സന്ദേഹം. പറ്റി നിന്റെ അഭ്യാസം. മോളെ, 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 കൊച്ചമ്മേ, കൊച്ചമ്മേ, എന്താ സിദ്ധയാ? ബേബി കുഞ്ഞ് ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ലല്ലോ. പിന്നെ അങ്ങോട്ട് പോയി? ഒരു പക്ഷേ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കോ മറ്റോ പോയോ? ഓ, ബേബിയോ? വരണം. എന്താ ഇവിടെ? എവിടെ പ്രഭാകരൻ? പ്രഭാകരൻ എവിടെയാണെന്ന്? ഓഹോ, എനിക്കറിയില്ല. ഇവിടെ വന്നില്ലല്ലോ. പിന്നെ എവിടെയാണെന്ന് എനിക്കറിയണം. അതെന്നോട് വന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം? നിങ്ങൾ അറിയാതെ പ്രഭ എവിടെയും പോകില്ല എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. കൊള്ളാം, അമ്മയേക്കാൾ ബുദ്ധിയുള്ള മകൾ. പറയൂ, എന്റെ പ്രഭ എവിടെ? പറഞ്ഞേ തീരൂ. പറയാതെ നിങ്ങൾ ഞാൻ വിട്ടില്ല. എന്നാൽ കേട്ടോടി, ഞാൻ പറഞ്ഞു തരാം നിന്റെ പ്രഭാകരൻ ഇപ്പോൾ എവിടെയാണെന്ന്. സമാധാനമായി കേട്ടോളൂ. അന്ന് നിങ്ങൾ കാട്ടിൽ വെച്ച് വിവാഹം ഉറപ്പിച്ച് പിരിഞ്ഞില്ലേ? അതിനുശേഷം അവനെ ഞാനൊന്ന് കണ്ടു. നീ ബേബിയെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ, തീരുമാനിച്ചു. അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് ഞാനൊരുത്തനുണ്ടെന്നുള്ള കാര്യം ഓർമ്മിച്ചില്ലായിരിക്കും. അച്ഛന്റെ സ്ഥാനത്തല്ലേ? അച്ഛനല്ലല്ലോ. ഓ, സാരമില്ല. ബേബിയെ കല്യാണം കഴിച്ചിട്ട് അവിടെ കയറി എന്നെ പുറത്താക്കാമെന്നായിരിക്കും. നിന്നെ അവിടുന്ന് പുറത്താക്കാൻ എനിക്ക് കല്യാണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല.
നമുക്ക് ഇവിടെ വെച്ച് പിക്കാം, ബാക്കി വീട്ടിൽ വെച്ച്. ഇപ്പം മനസ്സിലായില്ലേ നിന്റെ പ്രഭാകരൻ എവിടെയാണെന്ന്? ഇനി ഒരിക്കലും അമ്മയും മകളെയും രക്ഷിക്കാൻ അവൻ തിരിച്ചു വരില്ലടി. എവിടെയാണ് എന്റെ മകൾ? ബേബിക്കുഞ്ഞ് മുതലാളിയോട് വഴക്കിട്ട് പുറത്തേക്ക് പോയി. പ്രഭാകരൻ എവിടെ? എടാ, നിന്നോടാണ് ചോദിച്ചത്, എവിടെ പ്രഭാകരൻ? പ്രഭാകരനെ ഇനി അന്വേഷിക്കേണ്ട കൊച്ചമ്മ. എന്ത്? പ്രഭാകരനെ പ്രഭാകരനെ പറയാ, എന്റെ മോൻ എന്ത് സംഭവിച്ചു? പറയാൻ. മുതലാളി തല്ലിക്കൊന്ന് കൊക്കയിലിട്ടു. Oh,